ഈ ബാത്റൂമിൽ പോകുമ്പോൾ സഹാക്കൾ പോലും അവരുടെ ചുണ്ടിൽ പോലും സ്വർണം കെട്ടത് ആരപ്പ അത് സഹാക്കളാണ്, അയ്യോ അത് ഞങ്ങൾ തന്നെയാണല്ലോ എന്ന് പറഞ്ഞവർ വിഴുങ്ങണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവർ പറയുന്നതിൻ്റെ അകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഭക്തന്മാരുടെ വികാരം വ്രണപ്പെട്ടു എന്നാണ് പറയുന്നത്. ശരിയാണ്, വികാരം വ്രണപ്പെടുകയും മാത്രമല്ല അവരുടെ ശരീരത്തിലുള്ള ചില കുരുക്കൾ അത് പൊട്ടിയൊലിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഭക്തന്മാർ അയ്യപ്പ ഭക്തന്മാരല്ല, അവർ ശാസ്താവിന്റെ ഭക്തന്മാരല്ല, അതെല്ലാം പിണറായി ഭക്തന്മാരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിണറായി ഭക്തന്മാരുടെ എല്ലാം കുരു പൊട്ടിയൊലിക്കുകയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ എം സ്വരാജിന്റെ ഒരു പ്രസംഗം അങ്ങേക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അല്ലേ? നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ കോവിഡിന്റെ സമയത്ത് അവിടെ ആരെത്തിയില്ല, ഈ പറയുന്ന കന്നി അയ്യപ്പന്മാർ എത്താത്തതിനാൽ മാളികപ്പുറത്തിനെ വിവാഹം ചെയ്തു. എന്നിട്ട് അയ്യപ്പൻ ഉടനെ ഡൽഹിക്ക് വണ്ടി പിടിച്ചു, ഡൽഹിയിൽ ചെന്ന് സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി സമ്പാദിച്ച് അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അയ്യപ്പൻ മുൻകൈ എടുത്തു എന്നാണ് ആര് പറഞ്ഞത്? എം സ്വരാജ് പറഞ്ഞത്. അപ്പോൾ ഈ മതവികാരം വ്രണപ്പെട്ടില്ല. കഴിഞ്ഞ പാർട്ടി പാലക്കാട് പ്ലീനറി സമ്മേളനത്തിൽ 4 പേർക്കെതിരെ നടപടിയുണ്ട്. എന്താണ് കേസെന്നറിയാമോ? ആ പ്രവർത്തകർ അവരുടെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ ഗണപതി ഹോമം നടത്തി. അവരെ 4 പേരെ പാർട്ടി നടപടിയെടുത്തു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി ഗണപതി ഒരു മിത്താണ് എന്ന് പറഞ്ഞപ്പോഴും ഇവർക്ക് മതവികാരം വ്രണപ്പെട്ടില്ല. ക്രിസ്ത്യൻ സഭ വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ബിഷപ്പിനെ മത്തായി മാപ്പിളയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോയി നികൃഷ്ട ജീവി എന്ന് വിളിച്ചപ്പോഴും ഇവർക്ക് ആർക്കും പ്രശ്നമില്ല. അങ്ങനെ ഈ സമുദായത്തിൽ, ഈ കേരളത്തിൽ ഏതൊക്കെ മതമുണ്ടോ ആ മതത്തെ എല്ലാം അപമാനിച്ച കൂട്ടൻ ആര് CPM-കാർ. അവർക്ക് പെട്ടെന്ന് അങ്ങ് പൊള്ളുക. തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.